ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്യാൻവാസ് വെച്ച നെക്കിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ മിക്ക ആളുകൾക്കും ഈ ചുരിദാർ മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോൾ ബോട്ടത്തിൻ്റെ കളറ് നമുക്ക് പൈപ്പിംഗ് നെക്കിലും സ്ലീവിലും കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിഫ് വെച്ചാണ് നെക്ക് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ബോട്ടത്തിൻ്റെ കളറിൽ നമുക്ക് ക്രോസ് പീസ് ഒരു 1.5 ഇഞ്ചിൽ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ ടോപ്പ് പാർട്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികവും ക്യാൻവാസിൽ തന്നെയാണ് കേട്ടോ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാറ്. കുട്ടികളുടെ മാത്രമാണ് ഞാൻ നെക്കും ലൈനിങ്ങുമായിട്ട് മറച്ചടിക്കലുള്ളൂ. വലിയവരുടെയൊക്കെ അധികവും ഞാൻ നെക്ക് ക്യാൻവാസ് വെച്ച് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ക്യാൻവാസ് വെച്ച് നെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വൈഡ് നെക്കാണ് കൊടുക്കുന്നത്, അധികം ലെങ്ത്ത് ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ ഒരു 4 ഇഞ്ച് ബോട്ട് നെക്ക് ടൈപ്പാണ്, പക്ഷെ 5 ഇഞ്ച് ഇറക്കുന്നുണ്ട്. അപ്പോൾ വൈഡ് അധികം ഇറക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം വൈഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇഞ്ച് വൈഡും 5 ഇഞ്ച് ലെങ്ത്തിലും നമ്മളൊരു ബോട്ട് നെക്ക് ഷേപ്പിലാണ് നമ്മളിത് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് നെക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ ഒരു ബോട്ട് ഷേപ്പിൽ ഇതുപോലെ ആ കോണിൽ നിന്നും ഒരു 2 ഇഞ്ചോളം മാറ്റി ആ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്ത് ഇതുപോലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കിൻ്റെ സൈഡിലോട്ട് ഒരു 1/4 ഇഞ്ച് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ചൊക്കെ കൊടുക്കുന്നതിന് നല്ലത് 1/4 ഇഞ്ചാണ്. കാരണം പിന്നെ നമുക്ക് ഇത് നെക്ക് തുന്നി പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ആ പൈപ്പിങ്ങിന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു 1/4 ഇഞ്ചൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു സംഭവം കൂടി തുണിയിൽ അറ്റാച്ചായി നിന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് നെക്കും ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ബാക്കും ഫ്രണ്ടും ഞാൻ ക്യാൻവാസിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. എനിക്കതാണ് കുറച്ചുകൂടിയും ഈസി ആയിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് തുണിയിൽ നമുക്ക് കട്ടിങ്ങോ ഒന്നും വരുന്നില്ലല്ലോ, നെക്കിൻ്റെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ഏത് മോഡൽ നെക്കും നമുക്ക് ക്യാൻവാസിൽ ഈസി ആയിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ 1/4 ഇഞ്ചിൽ ഒന്ന് ഇതുപോലെ ക്യാൻവാസിനോട് മടക്കി ചേർത്ത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പിൻ്റെ ആ ഒരു ഫ്രണ്ട് പീസ് എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററൊന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു നോച്ചിട്ട് കൊടുത്ത് നമുക്ക് സാധാരണ ക്യാൻവാസ് നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല, അതേ രീതിക്ക് തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ടോപ്പ് ഭാഗം ഇവിടെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനായിട്ടാണ് കേട്ടോ ആ സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് ആ ഒരു പോയിൻറ്റിലോട്ട് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു മടക്കിൻ്റെ ആ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് മാച്ചാവുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നെക്ക് സെൻറ്ററിലോട്ട് തന്നെ കിട്ടും. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് നെക്ക് ചെരിഞ്ഞൊക്കെ പോവും. അപ്പോൾ അത് കറക്റ്റായിട്ട് സെൻറ്ററിലോട്ട് തന്നെ വെച്ച് അടിച്ചെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് നെക്ക് ഇതുപോലെ വെച്ച് അടിക്കുകയാണ് ചെയ്യാം. ചിലർ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചൊക്കെ കൊടുത്ത് ചെയ്യും കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആ നെക്ക് മാറിപ്പോവാതിരിക്കാൻ ആ സെൻറ്ററിൽ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്ത് കളയാണല്ലോ, അപ്പം അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ സെൻറ്ററിൽ കൂടി സ്റ്റിച്ചൊന്നും കൊടുക്കുന്നില്ല. ഞാൻ കറക്റ്റ് നെക്ക് ആ സെൻറ്റർ പോയിൻറ്റും ആയിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ അത്യാവശ്യം വൈഡ് നെക്കാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് ഇതുപോലെ സെൻറ്ററിലോട്ട് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് തന്നെ ആ സൈഡിൽ കൂടെ ഇതുപോലെ അടിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇത് ഈസി മെത്തേഡാണ് കേട്ടോ. നമുക്ക് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പൈപ്പിംഗ് കൊടുക്കുമ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ നെക്കിൽ വ്യത്യാസം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആയിട്ട് വരും. അപ്പോൾ ഫ്രണ്ട് നെക്കിനേക്കാളും 4 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ മാത്രം പൈപ്പിംഗ് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ നമുക്കതൊന്നും വേണ്ട. നമ്മൾ ഈ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കാം. വ്യത്യാസമൊന്നും വേണ്ട. കാരണം നമ്മൾ ഈ പൈപ്പിംഗ് ഈ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അളവിലൊന്നും വ്യത്യാസം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളൊരു 4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നെക്ക് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് മറച്ചെടുക്കാനാണ്. അടുപ്പിച്ച് ആ കർവായിട്ടുള്ള പോർഷൻസിൽ അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നല്ല കർവ് വരുന്ന ഭാഗത്ത് കുറച്ച് ചേർത്ത് ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് മറച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് മറച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പതിച്ചൊന്ന് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലോട്ട് മറച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം ഉള്ളിലോട്ട് മടങ്ങി കിട്ടും. ഇതാ ഇതുപോലെ ഉള്ളിലോട്ട് മടങ്ങി കിട്ടും. ഇനിയാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുക. ഇത് കറക്റ്റ് ഉള്ളിലോട്ടൊന്ന് മറിച്ച് ഇതുപോലൊന്ന് മറിച്ചടിച്ച് വയ്ക്കാം. എന്നിട്ട് നെക്ക് ഞാനിപ്പോൾ ലൈനിങ് പീസുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ സാധാരണ പോലെ ഉള്ളിലോട്ട് മറച്ച് വെച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിൻ പാർട്ട് അതിൽ നിന്ന് മാറ്റി ലൈനിങ്ങിനോട് ആ ഒരു നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ആ ഒരു നെക്ക് നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിലുള്ള പൈപ്പിംഗ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കെന്താ ത്രെഡൊന്നും വെച്ച് പൈപ്പിംഗ് ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ഒരു പീസ് ക്രോസ് പീസാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ടത് ലെങ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് പീസ് വെച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു നെക്കിൻ്റെ ചെയ്യാവുന്ന അളവിൽ ആ ഒരു ക്രോസ് പീസിൻ്റെ ലെങ്ത്താക്കി കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ചെറിയ പീസായിട്ടാണ് നമ്മൾ പാൻറ്റ് തയ്ച്ചിട്ട് സൈഡിൽ നിന്നൊരു ചെറിയ ക്രോസ് ആയിട്ടുള്ള ഭാഗമാണ് മാത്രമാണ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ 2 പീസാക്കി എടുത്ത് സെൻറ്ററിൽ ഇതുപോലെ ക്രോസാക്കി വെച്ച് ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് ലെങ്ത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ സൈഡൊന്ന് മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ. സൈഡ് നമുക്ക് ഒരു സൈഡ് നമ്മൾ മടക്കി അടിക്കുമല്ലോ, അതുപോലെ നമ്മളൊരു സൈഡൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ആ ഒരു രീതിക്ക് നല്ല രീതിക്ക് ആ ഒരേ അളവിൽ തന്നെ നമുക്കൊന്ന് ഇതുപോലെ ഒന്നടിച്ച് എടുത്തു കൊണ്ടുവരാം. എല്ലാ അറ്റം വരെ ഇതുപോലെ ഒരു സൈഡ് മാത്രം നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും തന്നെ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ക്യാൻവാസിൽ പൈപ്പിംഗ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് പൈപ്പിംഗ് ഈ ഒരു ക്യാൻവാസ് ചെയ്ത നെക്കിൽ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവിൽ എല്ലാം ഒരേ അളവിലായിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ എക്സസൊക്കെ ഉള്ളത് ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഭാഗം നല്ല വശം അടിയിലോട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി പൈപ്പിങ്ങിൻ്റെ നല്ല വശം ചുരിദാറിൻ്റെ നല്ല വശത്തോട് യോജിപ്പിച്ച രീതിയിൽ വെച്ചിട്ടുണ്ട്. അതായത് മടക്ക് വശം അപ്പുറത്തോട്ട് പോകുന്ന രീതിയിൽ മടക്കി നമ്മൾ ഒരു സൈഡ് അടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം അടിയിലോട്ട് പോകുന്ന രീതിയിൽ നല്ല ഭാഗം ചുരിദാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു ബ്ലാക്ക് തുണി കുറച്ചും കൂടെ തള്ളി വയ്ക്കുക. ആ ബ്ലാക്ക് തുണി അടിയിലുണ്ടെന്ന് നമുക്ക് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 4 ഇഞ്ച് വേണ്ട, ഒരു ഇഞ്ച് ഒരു പോയിൻറ്റും നമ്മളിതുപോലെ ആ പൈപ്പിങ്ങിന് നമുക്ക് എത്രയാണോ ആ ഒരു പൈപ്പിങ്ങിൻ്റെ വീതി വേണ്ടത് ആ ഒരു വീതിക്ക് തന്നെ ഈവനായ എല്ലാ വശവും ആ ഒരു രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ക്യാൻവാസിൻ്റെ
ആ നെക്കിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് നോക്കണ്ടേ. ബ്ലാക്കിൻ്റെ ആ തുണി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് ഇത്തിരി ഇങ്ങോട്ട് തള്ളി വെച്ച്, അത് ബ്ലാക്ക് തുണി നമുക്കതിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ ഇത്തിരി ഫ്രണ്ടിലോട്ട് തള്ളി വെച്ച് അത് ഉള്ളിലോട്ട് പോകുന്ന ഭാഗമാണ്. അത് ഇത്തിരി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തള്ളി വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോഴും ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് അടിക്കുന്ന ഭാഗം കറക്റ്റ് ഒരേ അളവിൽ പൈപ്പിങ് നമുക്ക് എത്രയാണോ നമുക്ക് മടക്കി അടിക്കേണ്ടത് അത്രയും തിന്നായിട്ട് നമ്മളിതുപോലെ ഒന്ന് അടിച്ച് അറ്റം വരെ അടിച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം ഇപ്പുറത്തോട്ട് മടക്കി നമ്മൾ സാധാരണ മടക്കുന്ന പോലെ മടക്കി ഉള്ളിലോട്ട് ആ ഒരു നമ്മൾ ആ അടിച്ച എത്രയാണോ നമ്മൾ 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്, അല്ലെങ്കിൽ അതിലും കുറവാണെങ്കിൽ അതിലും കുറവ്, ആ ഒരു രീതിക്ക് ആ പൈപ്പിംഗ് അടിച്ചെടുത്തിട്ട് ആ ഒരു തുണി ഉള്ളിലോട്ടും വെച്ച് ഇതുപോലെ സൈഡിൽ ആ ഒരു പൈപ്പിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ സൈഡ് വഴി പൈപ്പിങ്ങിൻ്റെ തൊട്ട് അരികിൽ കൂടി ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൽ എത്ര ആ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ അടിച്ച ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് പൈപ്പിങ് കിട്ടും. കണ്ടോ, ഈ ഒരു രീതിക്ക് നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പൈപ്പിങ് നിൽക്കും കേട്ടോ. ഒരേ അളവിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ത്രെഡ് വെച്ച് അടിക്കേണ്ട, കാരണം ആ ഒരു ഉരുണ്ട ഷേപ്പ് തന്നെ നമുക്ക് ക്യാൻവാസ് നെക്കായതുകൊണ്ട് തന്നെ ആ ഒരു ഉരുണ്ട ഷേപ്പ് നമുക്ക് ആ തുണി ഉള്ളിലോട്ട് മടക്കുമ്പോൾ അവിടെ ഒരു ഉരുണ്ട ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ത്രെഡ് വെച്ച് അടിക്കേണ്ട. അപ്പോൾ ഒരുപാട് ഈസി ആയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൈപ്പിംഗ് ഇങ്ങനെയാണ് ചെയ്യാറ്. കണ്ടോ, നല്ല രീതിക്ക് തന്നെ പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ കണ്ടോ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഇപ്പുറത്ത് കൂടി ഒരു 4 ഇഞ്ച് വിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിലാണ് ഞാൻ പറഞ്ഞത് ഒരു 3/4 ഇഞ്ച് വെട്ടിയാണ് നമ്മൾ ക്യാൻവാസ് എടുക്കുന്നത്. ആ ക്യാൻവാസും ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ അവിടെ പതിഞ്ഞിരുന്നോളും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മിക്ക ആളുകൾക്കും ഇതുപോലെ പൈപ്പിംഗ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. നല്ല രീതിക്ക് തന്നെ പൈപ്പിംഗ് ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി സ്ലീവിലും നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ നെക്കിൽ എങ്ങനെയാണോ പൈപ്പിംഗ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ സ്ലീവിൽ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. തുണിയുടെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച്, സ്ലീവിൻ്റെ നല്ല വശവും പൈപ്പിങ്ങിൻ്റെ നല്ല വശവും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നെക്കിൽ നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ ചെയ്യുന്നെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുക. ഇതിപ്പോൾ സ്ലീവിൽ വെക്കാൻ ഞാൻ സ്ട്രെയിറ്റ് പീസാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. നെക്കിലാണെങ്കിൽ നമ്മൾ ക്രോസ് പീസ് എടുക്കും, എന്നാലാണ് നമുക്ക് വളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സ്ലീവ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് പീസിൽ ഇതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് ആ തുണി നമുക്ക് ആ ഒരു 1/2 ഇഞ്ചിൽ അടിച്ച ആ തുണി മൊത്തം ഇപ്പുറത്തോട്ടാക്കി ഉള്ളിലോട്ട് നമ്മൾ പിടിച്ച് കറക്റ്റ് നമ്മൾ പൈപ്പിങ്ങിൻ്റെ ആ ഒരു എത്രത്തോളം പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഇത് വേണമെന്ന് നോക്കിയിട്ട് അത്രയും തുണി ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി പൈപ്പിങ്ങിൻ്റെ എൻഡിൽ കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്കും നെക്കിലും നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ പൈപ്പിങ് ഈ ഒരു രീതിക്ക് നെക്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പൈപ്പിങ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.